എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിടിയും കോഴിക്കറിയാണ്. ആദ്യമായിട്ടൊക്കെ പിടി ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പിടിയും കോഴിക്കറി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പിടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് 2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താലും മതി. ഈ ഒരു പൊടിയിലേക്ക് ഇനി നമുക്കൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാതെ നല്ല തിളച്ച് കിടക്കുന്ന ഒരു വെള്ളം തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടി കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ചൂടിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പത്തുനിന്ന് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ ഇതുപോലെ ഞാൻ ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടി ഇളന്നിട്ടെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ആദ്യം വാട്ടി കുഴച്ചിട്ടെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 1 കപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. മാവ് നല്ല സോഫ്റ്റാക്കി വേണം നമ്മൾ വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമതെടുത്ത 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പൊടിക്ക് കറക്റ്റ് 2 കപ്പ് തന്നെ നല്ല തിളച്ച വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ എടുക്കുന്ന പൊടിയുടെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞൊന്നൊക്കെ ഇരിക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി നമ്മൾ മാവൊന്ന് വാട്ടി കുഴച്ചിട്ടെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമ്മൾ നല്ല സോഫ്റ്റാക്കി മാവൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റാക്കി വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ചൂട് കുറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് മാവ് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇതുപോലെ തൂക്കി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ 2 കൈയിലും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒരുപാട് വലുപ്പത്തിൽ നമ്മളിതങ്ങ് ഉരുട്ടിയെടുക്കണ്ട. ഇത് കണ്ടില്ല, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലാക്കിയിട്ട് എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു മാവെല്ലാം തന്നെ ഇതുപോലെ ചെറുതാക്കി ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കവർ ചെയ്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടിയുടെ കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കറിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ഒരു പിടി ബാക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ അരിപ്പൊടി അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സെയിം കപ്പിൽ തന്നെ 4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ അളന്നിട്ടെടുത്തിരിക്കുന്നതാണിത്. 2ാം പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2ാം പാലൊരു 4 കപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പിടി തേങ്ങാപ്പാലിൽ ചെയ്യാതെ വെള്ളത്തിൽ മാത്രം വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു തേങ്ങാപ്പാലിൽ പിടി ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല കുറുകി നല്ല ക്രീമി പരുവത്തിന് ഇരിക്കുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മളൊരു ഉരുട്ടി വെച്ചിരുന്ന ഒരു മാവ് എല്ലാം തന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇപ്പോൾ ഇളക്കിയിട്ട് എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളിതങ്ങ് ഇളക്കിയാൽ ആ ഒരു മാവ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് പൊട്ടിയൊന്നും പോവില്ല. ഇനി നമുക്കൊരു തേങ്ങാപ്പാലൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് 1 തേങ്ങാപ്പാൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരും. ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങാപ്പാലിൽ ഈ ഒരു പിടി ചെയ്തിട്ട് എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1 പാലും കൂടി ചേർത്ത് കൊടുത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകമായ മതി കേട്ടോ. ഇതിലും ഒരുപാടങ്ങ് കുറുകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടി കുറുകുന്നതായിരിക്കും ഇരുന്ന്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ കുറുക്കി എടുത്തിരിക്കുന്ന നമ്മുടെ ഒരു പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ എല്ലാം തന്നെ ഈ ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വെക്കിയിട്ട് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഓയിലിനകത്തുനിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഒരു എണ്ണ തന്നെ കുറച്ച് നമ്മൾ എടുത്തങ്ങ് മാറ്റുക. ആവശ്യത്തിന് മാത്രം ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു എണ്ണ എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ആ ഒരു സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ടൊന്ന് അവിഞ്ഞ് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. ഇതുപോലെ ഈ ഒരു ചിക്കൻ കറി ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. 2 തീരെ ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ചിക്കനും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം 2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 15 to 20 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്തതാണ്. പക്ഷെ നമുക്കൊരു ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വെന്ത് കിട്ടണം. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചിക്കന് പൂർണ്ണമായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു പിടിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പിടിയും ഈ ഒരു കോഴിക്കറിയും നല്ല അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു കോംബോ തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഇതുപോലെ പിടിയൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.